രാമായണത്തിലൂടെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹല്യയ്ക്ക് മോക്ഷമൊക്കെ കൊടുത്ത് യാഗരക്ഷയൊക്കെ കഴിഞ്ഞ് വിശ്വാമിത്രൻ രണ്ട് ബാലകന്മാരോട് കൂടിയിട്ട്, ബാലാർക്കബിംബം പോലെ ശോഭിക്കുന്ന ഈ രണ്ട് ബാലകന്മാരോട് കൂടിയിട്ട് പറഞ്ഞു, ഇനി നമ്മൾ കാലമൊട്ടും കളയാണ്ട് മിഥിലാപുരിക്ക് പോകണം. അവിടെ എന്താ കാര്യം? അവിടെ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ ചാപം, വില്ല് ജനകന് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ആ വില്ല് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. ആ വില്ല് കാണുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പോണത്. വില്ല് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോണത്. വില്ലൊന്ന് കാണുക. ആ വില്ല് കാണാനുള്ള യാത്രയാണ് ശ്രീരാമചന്ദ്രസ്വാമിയും സീതാദേവിയും തമ്മിലുള്ള സ്വയംവരത്തിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ സീതാ സ്വയംവരം അല്ലെങ്കിൽ രാമസീതാ സ്വയംവരം എന്നുള്ളത്, വിവാഹം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയാണ്. കാരണം പ്രപഞ്ചം പ്രകൃതി പുരുഷ സംയോഗമാണ്. ഇവിടെ പുരുഷൻ ശ്രീരാമചന്ദ്രസ്വാമിയാണ്. ബ്രഹ്മബോധം, ശുദ്ധ ബ്രഹ്മാണ് ഭഗവാൻ. കലർപ്പില്ലാത്ത ബ്രഹ്മബോധമാണ്. ആ ബ്രഹ്മബോധത്തെ ആവരണം ചെയ്ത് അതിനെ മെല്ലെ പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരണ ശക്തിയാണ് പ്രകൃതി. ആ പ്രകൃതിയാണ് സീതാദേവി. ബ്രഹ്മബോധത്തിൽ നിന്ന് പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരണ പ്രക്രിയ. അതാണ് വളരെ മനോഹരമായിട്ട് സീതാസ്വയംവരമായിട്ട് നമുക്ക് എഴുത്തച്ഛൻ തന്നിട്ടുള്ളത്. അങ്ങനെ ഈ രണ്ട് ബാലകന്മാരെയും കൂട്ടി വിശ്വാമിത്രൻ മിഥിലയുടെ മുഖ്യ കവാടത്തിലെത്തി. ഈ വാർത്ത ജനകൻ അറിഞ്ഞപ്പോൾ സസംഭ്രമം വരികയാണ്. കാരണം അദ്ദേഹം അറിയുന്നത് രണ്ട് ഉദിച്ചു വരുന്ന സൂര്യന്മാരെ മാതിരി രണ്ട് കുട്ടികളുടെ കൂടെ സാക്ഷാൽ വിശ്വാമിത്രൻ നേരിട്ട് വന്നിട്ടുണ്ട്. അവിടെ മുഖ്യ കവാടത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലണം. എല്ലാ ആചാരമര്യാദകളോടും കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോഴാണ് ജനകൻ കാണുന്നത് രണ്ട് കുട്ടികൾ കൂടെയുണ്ട്. ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് കുട്ടികൾ. ആരാ അതെന്ന് ചോദിച്ചു. ഈ രണ്ട് കുട്ടികളാരാ? ഇപ്പോഴും പറഞ്ഞു, കന്ദർപ്പൻ സാക്ഷാൽ കാമദേവൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിച്ചു പോകുന്ന അത്രയും സുന്ദരന്മാരായിട്ടുള്ള ഈ രണ്ട് കുട്ടികൾ ആരാണെന്നാണ് ചോദ്യം. അതിനുത്തരമായിട്ട് പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള രാമനാണിത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് രാമനാണ്. അവൻ്റെ കൂടെയുള്ളത് അനുജനായിട്ടുള്ള ലക്ഷ്മണനാണ്. ഈ രണ്ട് കുട്ടികൾ രാജാവെ അങ്ങ് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ രണ്ട് കുട്ടികൾ ഈ ചെറുപ്രായത്തിൽ താടക എന്ന് പറയുന്ന രാക്ഷസിയെ വധിച്ചിട്ടുണ്ട്. മാരീചനും സുബാഹുവും മറ്റ് രാക്ഷസന്മാരും മുടക്കിയിട്ടുള്ള യാഗത്തെ, വർഷം തോറും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തിയിട്ടുള്ള യാഗത്തെ ഇവർ സംരക്ഷിച്ചു. ഈ രണ്ട് കുട്ടികൾ സംരക്ഷിച്ചു. യാഗസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ധർമ്മസംരക്ഷണമാണ്. ആസുരിക ശക്തികൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണ അധാർമിക ചിന്തകളിൽ നിന്ന് ധർമ്മത്തെ നിലനിർത്തുക, ധർമ്മത്തെ സംരക്ഷിക്കുക. അതാണ് ഭഗവാന്റെ ധർമ്മം, അല്ലെങ്കിൽ ഭഗവാന്റെ ലക്ഷ്യം. സാക്ഷാൽ ധർമ്മം തന്നെ രൂപം എടുത്തിട്ടുള്ളതാണ് ശ്രീരാമചന്ദ്രസ്വാമി. ധർമ്മത്തിനൊരു രൂപം കൊടുത്തു കഴിഞ്ഞാൽ കോദണ്ഡപാണിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് കിട്ടും. ഇത് വേറെ ആരും പറയുന്നില്ല, മാരീചൻ പറയുന്ന വാക്കാ. രാവണനോട് മാരീചൻ പറയുന്നുണ്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മം വിഗ്രഹമായി കഴിഞ്ഞാൽ, അതിനൊരു രൂപം എടുത്തു കഴിഞ്ഞാൽ അത് രാമനാണ്. ആലോചിച്ച് നോക്കുക, എതിർപക്ഷത്തു നിന്നാണ് ഭഗവാന്റെ മഹിമ വരുന്നത്, പറഞ്ഞു തരുന്നത്. സ്വന്തം പക്ഷത്തു നിന്നല്ല. സ്വന്തം പക്ഷത്ത് നമ്മളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ധാരാളം പേരുണ്ടാവും. എതിർപക്ഷത്തുനിന്ന് വരുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടുക. അങ്ങനെയുള്ള ആ ഭഗവാൻ, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സദാ സന്നദ്ധനായിട്ടുള്ള ഭഗവാൻ തൻ്റെ അനുജനോടും കൂടിയിട്ട് ജനകൻ്റെ പുരിയിൽ വന്നിരിക്കുകയാണ്, പുരത്തിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ കയ്യിലുള്ള ശൈവചാപം ഒന്ന് കാണണമെന്നുണ്ട് ഈ കുട്ടികൾക്ക്. അതൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 5000 ഭടന്മാർ ചേർന്നിട്ട് ആ ശൈവചാപത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആലോചിക്കുക, അത്രയ്ക്ക് വലുതാണ് അതിൻ്റെ ബാഹുല്യം, അതിൻ്റെ വലിപ്പം. 5000 പേര് താങ്ങിയിട്ടാണ് കൊണ്ടുവരുന്നത്. ധാരാളം മണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ കൂട്ടത്തിൽ പറയുകയാണ് ജനകൻ, ഈ ചാപമുണ്ടല്ലോ, ഇതാരാണോ ഖണ്ഡിക്കുന്നത് അവന് എൻ്റെ പുത്രിയെ സീതാദേവിയെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്വയംവരം നടക്കേണ്ടതെന്ന്. ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി വിശ്വാമിത്രനെ ഒന്ന് നോക്കി. വില്ല് എടുക്കാൻ പറ്റുമോ? എടുത്തോളൂ എന്നായി. വില്ല് കുലയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുലച്ചോളൂ എന്നായി. കല്യാണം തന്നെ ഉണ്ടാവും, സംശയമില്ല. അങ്ങനെ ഗുരുവിൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് അദ്ദേഹം വില്ല് കുലച്ചു. ആ വില്ല് കുലയ്ക്കണ ശബ്ദം കേട്ടിട്ട്, അതിഘോരമായിട്ടുള്ള ആ ശബ്ദം കേട്ടിട്ട് അവിടെ കൂടിയിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഉരകങ്ങളെ മാതിരി നടുങ്ങിപ്പോയി എന്നാണ്
എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗമാണ്. ബാക്കിയുള്ള കുമാരന്മാർക്ക്, മറ്റ് 3 കുമാരന്മാർക്ക് കുശികൻ്റെ 3 മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കല്യാണത്തോടെ, കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം, ശുഭം, സന്തോഷത്തെ തരുന്നതെന്തോ, കല്യാണത്തോടെ അവിടുന്ന് ആഘോഷമായിട്ട് യാത്ര തിരിക്കുകയാണ്. ജനകൻ ധാരാളം സമ്മാനങ്ങൾ തൻ്റെ പുത്രിയായിട്ടുള്ള സീതയ്ക്ക് കൊടുത്തു. അതിൽ സീതാദേവിയുടെ മഹിമ പറയുന്നുണ്ട്. നാരദർ ജനകനോട് മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് അത്രേ, ഇത് സാക്ഷാൽ പ്രകൃതിയാണ്. ആ നാരായണൻ്റെ മായ അദ്ദേഹവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ജന്മമെടുത്തുകയാണ്. അയോനിജയായിട്ട് ഉഴവുചാലിലാണല്ലോ ദേവിയെ കിട്ടുന്നത്. അതുകൊണ്ടാണ് സീത എന്നുള്ള പേര്. ആ രാമസീതാ കല്യാണത്തിൻ്റെ ദൃശ്യം നമ്മളെല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നാമത്തോട് നമുക്ക് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാം.